അടയാറിൽ നടന്ന അതിക്രൂര കൊലപാതകം. അപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മാസം മുമ്പ് ബീഹാറിൽ നിന്ന് ഉപജീവന മാർഗത്തിനായി അടയാറിലെത്തിയ ഒരു കുടുംബം, ഒരു യുവാവിൻ്റെ ഭാര്യ, അവരുടെ 2 വയസ്സായ കുഞ്ഞ്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന 5 നികൃഷ്ട ജന്മങ്ങളാണ് ഇവരോട് ഈ അതിക്രൂരത കാണിച്ചത്. ആ യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ശ്രമിച്ച യുവാവിനെ അതിക്രൂരമായി കൊന്ന് ചാക്കിലാക്കി മൃതദേഹം ഉപേക്ഷിച്ചു. ആ 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല. ആ പിഞ്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നു അതിക്രൂരമായി. ആ യുവതിയെ കൊന്ന് മൃതദേഹം ചവറുകൂനകൾക്കിടയിൽ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ 5 പേരും ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നവരാണ്. അവർ തന്നെയാണ് ബീഹാർ സ്വദേശികളോട് ഈ അതിക്രൂരത കാണിച്ചത്. നമുക്ക് ഒരിക്കലും ആ വാർത്ത ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ പോലും അവർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിക്രൂരന്മാർക്കെതിരെ അതികഠിനമായി, അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ളതുപോലെ അതികഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ പരസ്യമായി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ മറ്റുള്ളവർ പേടിക്കുകയുള്ളൂ. ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നത്. ഇവരൊക്കെ ജയിലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി തിരിച്ചു വരും. അപ്പോൾ അവർ പുറത്ത് വന്നിട്ട് ഇതിലും അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ വീണ്ടും ചെയ്യും. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ അങ്ങ് എൻകൗണ്ടർ ചെയ്ത് അങ്ങ് തീർത്ത് കളയണം. ആ വാർത്ത വളരെയേറെ വേദന ഉണ്ടാക്കി. ആ പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥയും വളരെ ഞെട്ടലുണ്ടാക്കി. 2 വയസ്സായ പിഞ്ചു കുഞ്ഞിനെ അപ്പോൾ നിലത്തടിച്ച് കൊല്ലണമെങ്കിൽ അവന്മാർ എത്ര അതിക്രൂരന്മാരായിരിക്കും. ആ കുടുംബത്തിന് അർഹമായ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.